Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തതൊരു സ്കിൻ കെയർ സെൽഫ് കെയർ വീഡിയോ ആണ്. സോ കുറേ നാളായി എന്തെങ്കിലും സ്കിൻ കെയർ പരിപാടിയൊക്കെ ചെയ്തിട്ട് നോർമൽ പരിപാടിയൊക്കെ ചെയ്യും, പക്ഷേ എന്നാലും ഒരു ടൈം എടുത്തിട്ടുള്ളൊരു പ്രെപ്പ് കുറേ നാളായി ചെയ്തിട്ട്. സോ ലെറ്റ്സ് ഗോ. അത് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് മീശ വരെ വന്നു. സോ അപ്പോൾ നമ്മളിന്ന് എല്ലാ പരിപാടിയും മാറ്റാൻ പോവുകയാണ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഫേസ് ഒരു ജെൻറ്റിലായിട്ടുള്ള ഫേസ് വാഷ് വെച്ച് നമുക്ക് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ഞാൻ കാണിക്കുന്നില്ല, കാരണം എൻ്റെ ഫേസ് വാഷ് തീർന്നു പോയതുകൊണ്ട് ഞാൻ സോപ്പിട്ടാണ് കഴുകാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. നമ്മളെടുത്തതിന് ശേഷം മുഖത്ത് ഒരുപാട് പിമ്പിൾസൊക്കെ വന്നു. അതെനിക്ക് പീരീഡ്സിൻ്റെ ടൈം ആയതുകൊണ്ട് ഒരുപാട് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പിമ്പിൾസ്. ത്രെഡ് ചെയ്തിട്ട് ഒരുപാട് നാളായി. ലാസ്റ്റ് ടൈം ഞാൻ ത്രെഡ് ചെയ്തത് January 4th. അത് ഞാൻ ത്രെഡിങ് ഒന്നും ചെയ്യാറില്ല. എനിക്ക് കടയിൽ പോയി കരഞ്ഞ് വിളിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ചെയ്യും. അതെൻ്റെ മറ്റേ കസിൻ്റെ എൻഗേജ്മെൻറ്റിന് പോയപ്പോഴാണ് ഞാൻ ലാസ്റ്റ് ടൈം അത് ചെയ്തത്. പിന്നെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഓക്കെ, വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് തുടയ്ക്കാം. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി, മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ദ മോസ്റ്റ് സാറ്റിസ്ഫൈങ് തിങ് ഇൻ ദ സ്കിൻ കെയർ റൂട്ടീൻ. ഇത് വെച്ചിട്ട് നമ്മൾ റോള് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം. തലവേദന എടുത്തിരിക്കുമ്പോൾ ചെയ്യണമെന്നും പറയാം. തലവേദന എടുത്തിരിക്കുമ്പോൾ നമുക്ക് കിടക്കാനും തോന്നുന്നു. പക്ഷേ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പോൾ സോ ജസ്റ്റ് ഇത് വെച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്ത് നമ്മുടെ കവിളിൽ, താടിയിൽ, കണ്ണിലൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ എന്താ സുഖം. ഞാനിത് ഉച്ചയ്ക്കാണ് ചെയ്യുന്നത്, രാവിലെ അല്ല. ഞാനിന്ന് രാവിലെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞത് രാവിലെ എനിക്ക് ട്യൂഷൻസ് ഉണ്ടായിരുന്നു, അതല്ലാതെ വീട്ടിൽ ജോലികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഉച്ചയ്ക്ക് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ ഇത് ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. സോ പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നാളെ മുതൽ ഉത്സവം തുടങ്ങുകയാണ്. നാളെ ഫ്രൈഡേ ആണ്. അപ്പം നാളെ മോർണിംഗ് പോകണം. പിന്നെ ശിവരാത്രിയുടെ വ്രതം പിടിക്കണം. അപ്പം ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസത്തേക്ക് ഞാനിനി വ്രതമായിരിക്കും. അപ്പോൾ അതിനൊക്കെ മുന്നേ എനിക്ക് ഈ സ്കിൻ കെയർ പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നാളെ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് ഈ ആൾക്കാർ നോക്കുമ്പോൾ കാണൂലേ മീശയൊക്കെ വന്നു എന്ന്. വെറുതെ നമ്മളായിട്ട് എന്തിനാ അവർക്കൊരു കൺഫ്യൂഷൻ കൊടുക്കുന്നേ. ഇത്രയും നാളും മീശയൊന്നും ഇല്ലാതെ കണ്ടിട്ട് പെട്ടെന്ന് കാണുമ്പോൾ മീശയൊക്കെ വെച്ചാൽ അത് മോശമല്ലേ. സോ നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് കൂൾ ഡൗൺ ചെയ്തതിന് ശേഷം ക്യാമറ നോക്കാൻ തന്നെ എനിക്ക് ഒരുമാതിരി ഈ മീശ കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ നല്ലതായിട്ട് ഒന്ന് ഇതായതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷേവ് യുവർ ഫേസ്. ഹൗ ടു ഷേവ് യുവർ ഫേസ്. എൻ്റെ ഒരുപാട് വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഷേവ്. അതും ഭയങ്കര, ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു 3-4 വീഡിയോസിൽ ഈ ഫേസ് ഷേവ് ചെയ്യുന്നത് തന്നെ ഉണ്ട്. അപ്പം ഇപ്പോൾ വേനൽക്കാലം അല്ലേ, കറ്റാർവാഴയുടെയൊക്കെ അവസ്ഥ കണ്ടാൽ നമ്മൾ സഹിക്കില്ല. സോ കുറച്ച് അധികം ആലോവേറ ജെല്ല് നമുക്ക് ഫേസിലോട്ട് പുരട്ടാം. അതായത് ഈ ആലോവേറ തേച്ചതിന് ശേഷം, ആലോവേറ ജെല്ലാണ് മസ്റ്റ്. ആലോവേറ ജെല്ലാണ് നല്ലത്, കാരണം ഈ സാധനം ഒരുപാട് നമുക്ക് വേണം. എൻ്റെ കയ്യിലാണെങ്കിൽ ഇത് കളയാനായിട്ട് മോയ്സ്ചറൈസർ ഇല്ല, അതായിരുന്നെങ്കിൽ ഒരു മോയ്സ്ചറൈസർ എടുത്ത് പിടിക്കായിരുന്നു. സോ വി ആർ ഗോയിങ് ടു ഡു ഇറ്റ് വിത്ത് അവർ റേസർ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത് എൻ്റെ ഷേവിങ് സെറ്റ് വെച്ചിട്ടാണ്, അതാണ് എളുപ്പം. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഈ റേസർ കണ്ടുകൊണ്ട് മാത്രമാണ് ഇത് വെച്ച് ചെയ്യുന്നത്. ഇത് വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് അത്ര രസം തോന്നിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഷേവിങ് സെറ്റ് തന്നെ എടുക്കും. ഓക്കെ, എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ചെയ്താൽ മതി. ചെയ്യാൻ പോവാണ്. നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടും താടിയും മീശയൊക്കെ വളർന്നിരിക്കുന്നു. എന്ത് ചെയ്യാം ഈശ്വര, ഞാനൊന്നും ശ്രദ്ധിച്ചതുപോലുമില്ല. കുറച്ച് വെള്ളമൊക്കെ നനയ്ക്കണം, ഡ്രൈ
പെട്ടെന്ന് ഡ്രൈ ആയിപ്പോയി. ഐ ഹാവ് ആക്നെ. ഗേൾസിനല്ലേ ആക്നെ വരുള്ളൂ, അല്ലാതെ പെണ്ണുങ്ങളാകുമ്പോൾ ആക്നെയും പിമ്പിൾസും ഒക്കെ വരും. വി ഹാവ് ടു, അപ്പോൾ നമ്മൾ അതിലേക്ക് തരണം ചെയ്യണം. മുമ്പ് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ, ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ട് സ്കൂളിൽ അവളില്ലേ കൃതാവിനെ ഇത്ര ഭാഗത്ത് ഇങ്ങനെ വെട്ടിയിട്ട് വരുമായിരുന്നു. അപ്പോൾ അതൊന്നത്തെ ടൈമിൽ നമുക്ക് ഭയങ്കര ട്രെൻഡിങ് ആയതുകൊണ്ട് ഞാനും അത് ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ നമ്മൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറെ പരിപാടികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. സ്കൂൾ ടൈമിൽ ഭയങ്കര ട്രെൻഡ് ആവണ രീതി. അപ്പോൾ ആ ടൈമിലാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്ത് മാറ്റം. അപ്പോൾ അവളിങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മുഖം അവൾ ഷേവ് ചെയ്തു. അന്ന് തൊട്ടാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യം പെൺകുട്ടികൾ ചെയ്യുമെന്ന് നമുക്ക് അറിയാമെന്നുള്ള ഇത് വന്നത്. പിന്നെ ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത് +2 ഒക്കെ കഴിഞ്ഞപ്പോൾ. ഈ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എന്തോ ഒരു പ്രോഗ്രാമിനാണ് ഞാനത് ചെയ്തു തുടങ്ങിയത്. ആർക്കാണ് അബദ്ധങ്ങളൊക്കെ പറ്റാത്തതല്ലേ. റേസർ കുറേ നാളായി ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഫലമായി ഞാൻ എൻ്റെ ഒരു പിമ്പിളിനെ ഇപ്പം അറുത്ത് കീറിയിട്ടുണ്ട്. ഉച്ചയായതുകൊണ്ടാണെന്ന് തോന്നുന്നു ചോര നിൽക്കാതെ ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഞാൻ പിന്നെ ത്രെഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റണില്ല. എനിക്ക് ബ്ലേഡ് വെച്ചിട്ട് ത്രെഡ് ചെയ്താലേ പറ്റുള്ളൂ. മറ്റേ ത്രെഡിങ്ങൊക്കെ എൻ്റെ അമ്മയെ എന്ത് വേദനയാണെന്ന് അറിയാം. മറ്റേ ത്രെഡിങ് എനിക്ക് പറ്റില്ല, പക്ഷെ ഞാൻ ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. യെസ്, ഓഫ് കോഴ്സ് ബ്യൂട്ടി ഈസ് പെയിൻഫുൾ അല്ലേ. സോ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഐസ് റബ്ബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. എൻ്റെ വീഡിയോ കാണുന്നവർ ഇതേ രീതികൾ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ബിക്കോസ് ഇറ്റ് വാസ് ഈസി, കോസി, വെരി ഗുഡ്. ഇത് ഭയങ്കര എല്ലാം തട്ടിക്കൂട്ട് പരിപാടികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. വീട്ടിൽ ചുമ്മയൊക്കെ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആലോചിക്കാം, സാന്ദ്രയുടെ സ്കിൻ കെയർ വീഡിയോ പോലെ സാന്ദ്രയുടെ സ്കിൻ കെയർ ഒന്ന് നമുക്ക് വീട്ടിൽ ചെയ്ത് വെക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാമെന്നുള്ള കാര്യമേ ഉള്ളൂ. നിങ്ങൾ പിന്നെ എവിടെയെങ്കിലും കടയിലൊക്കെ പോകുന്ന ടൈമിൽ ഒരു 1-2 ഐറ്റംസ് വീട്ടിലത്തേക്ക് നമുക്ക് വേണ്ടി വാങ്ങി വയ്ക്കുക. മുമ്പൊക്കെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചുമ്മാ മുമ്പല്ല ഇപ്പോഴും ഇങ്ങനെ പർപ്പിളിലൊക്കെ ഓരോന്നിങ്ങനെ ആഡ് ടു കാർട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. കാരണം ആ വക സാധനങ്ങളൊന്നും ഇൻ മൈ ഏരിയ ലൊക്കാലിറ്റി ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഒരു കടകളിലും. പക്ഷേ വന്താത്തലവരെ കഴക്കൂട്ടത്തൊരു 2-3 കട, ഓ ഗാഡ്, ലുലുവിലുണ്ട്. ഓഫ് കോഴ്സ് ലുലുവിലുണ്ട്. പക്ഷേ ലുലുവിൽ നമ്മൾ ഇതൊന്നും വാങ്ങാനായിട്ട് പോകാറില്ല. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ പരിപാടികളല്ലേ. സോ കഴക്കൂട്ടത്ത് 2 കട വന്നു. എവറിത്തിങ് ഈസ് ദെയർ, എവറി ബ്രാൻഡ് ഈസ് ദെയർ. സോ കഴക്കൂട്ടം 2 അല്ല 3 കടയുണ്ട്. അതിൻ്റെ പേര് ഞാൻ അവിടെ പോയി ഷോപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഞാനിടാം. അപ്പോൾ ചോര വരുന്നുണ്ട്, നീറുന്നു, എന്താ ചെയ്യുക, കുറച്ച് ഇവിടെയൊക്കെ തേക്കാം. ഐസ് വെച്ചാൽ ബ്ലഡ് ഒലിക്കുന്നത് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഫേസിലുണ്ടാകുന്നൊരു സഡൻ ഗ്ലോ കാണാനായിട്ട് പറ്റും. ഇത് ഞാൻ വെയിലത്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല, നിങ്ങളൊന്ന് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന ഗ്ലോ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ്, ഞാനിന്ന് സ്ക്രബ് ചെയ്യുന്നില്ല. സ്ക്രബ് ചെയ്യാനായിട്ട് എനിക്ക് വയ്യ. നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മളിങ്ങനെ കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള സ്കിൻ കെയറിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുക. അപ്പോൾ സ്ക്രബിന് ഏറ്റവും നല്ലത് ബ്രൂവിൻ്റെ മറ്റേ 1 രൂപ പാക്കറ്റും പഞ്ചസാരയാണ്. ഇത് 2 കൂടെ മിക്സ് ചെയ്തിട്ട് സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത് ഭയങ്കര പെട്ടെന്ന് തന്നെ ടാൻ റിമൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഭാഗ്യവശാൽ ഞാനത് വാങ്ങിയിട്ടില്ല. സോ സ്കിപ്പ് ദ സ്ക്രബിങ് പാർട്ട്. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡു എ ഫേസ് പാക്ക്. ഫേസ് പാക്കിന് ഞാനിന്ന് എടുക്കുന്നത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ സാൻഡൽവുഡ് പൗഡറാണ്. ഞാൻ ബീട്രൂട്ട് പൗഡർ അതിൻ്റെ യൂസ് ചെയ്തു. ദെൻ മുൾട്ടാനി മിട്ടി യൂസ് ചെയ്തു. സാൻഡൽവുഡ് ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പുഷ്പയായിട്ട് ചന്ദനത്തിൻ്റെ പുഷ്പരാജു അല്ലേ, കുറച്ച് ചന്ദനം വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്ത് നോക്കാം.
ഓക്കെ, നല്ല രസമുണ്ട് ഇത് തേക്കുമ്പോൾ. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതെന്ന് വെച്ചാൽ ഫേഷ്യലൊന്നും ചെയ്തിട്ടില്ല. എന്തോ കല്യാണത്തിൻ്റെ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നാലും ആ കാര്യം ഞാൻ വിട്ടു. എനിക്ക് ഈ വരുന്ന ഫെബ്രുവരിയില്ലേ, ഈ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് എൻ്റെ ഒരു കസിൻ്റെ കല്യാണമാണ്. അപ്പം അന്ന് ഉറപ്പായിട്ടും എനിക്കൊരു അടിപൊളി വ്ലോഗ് എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ പോയി ത്രെഡ് ചെയ്യും. അപ്പോൾ ത്രെഡ് ചെയ്യണോ വേണ്ടേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ത്രെഡ് ചെയ്യണ്ടല്ലേ, ത്രെഡ് ചെയ്യാതെ വെച്ചിരിക്കാം. നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് കരയാം. ഞാൻ ഇങ്ങനെ മനസ്സിൽ ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും, ബ്യൂട്ടി ഈസ് പെയിൻഫുൾ, ബ്യൂട്ടി ഈസ് പെയിൻഫുൾ. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അവസാനം അത് കഴിഞ്ഞിട്ട് കണ്ണാടിയൊക്കെ നോക്കി കണ്ണൊക്കെ തുറച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഗ്ലോ ആയിരിക്കും. പക്ഷേ അത് എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല എനിക്ക്. ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷൻസ് വരുമ്പോൾ മാത്രമേ ചെയ്യണമെന്നായിരുന്നു. ലാസ്റ്റ് ടൈം ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലോ, ആ കല്യാണത്തിൽ പോയപ്പോഴും ഞാൻ ചെയ്തില്ല. അത് എൻ്റെ സ്വന്തം കലാവിരുദ്ധകളാണ് ഞാൻ കാണിച്ചത്. കാരണം എനിക്ക് പോകാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ആ കല്യാണത്തിൽ എല്ലാം സൂപ്പറായിരുന്നു. ഡ്രസ്സ്, മേക്കപ്പ്, ഹെയർ, എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. ഹെയർ സെറ്റ് ചെയ്തിട്ടത് എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. സോ നമുക്കിത് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ബൈ ബൈ. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ഹോണിങ് ബെൽ. അത് മറ്റേ ആ കിളിയാണ്. മറ്റേ കിളിയെന്ന് വെച്ചാൽ അണ്ണാനാണ്, അണ്ണാൻ. ഓക്കെ, സൂര്യൻ എൻ്റെ ഉച്ചിയിലടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഡ്രൈ ആവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഹെയർ കെയർ ചെയ്യാം. ഞാൻ മറന്നുപോയി. ഞാനിപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കാണ് ആലോചിച്ചത്, അയ്യോ ഹെയർ കെയർ ചെയ്യണ്ടേ. സോ ഹെയർ കെയറിന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഹെയറിന് ഏറ്റവും ആവശ്യം ഇവർ 2 പേരുമാണ്. സോ നമ്മൾ ഫസ്റ്റ് നല്ലപോലെ ഒന്ന് ഓയിൽ ചെയ്യാം. അതിന് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന കാച്ചി എണ്ണ നമുക്ക് എടുക്കാം. നമ്മൾ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളുടെ ഹെയറിനെ നല്ലതുപോലെ, എനിക്ക് നല്ല ഡാൻഡ്രഫ് ഉണ്ട്, ബിക്കോസ് എനിക്കറിഞ്ഞൂടാ, നല്ല രീതിയിൽ എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട്. ഇങ്ങനെ ഇതിൻ്റെ പോർസൊക്കെ ഓപ്പൺ ചെയ്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാവൂ. എനിക്ക് എല്ലാ പരിപാടിയും അറിയാം, പക്ഷേ എനിക്ക് ചെയ്യാൻ മടിയാണ്. ഇനിയിപ്പം നിങ്ങളത് കണ്ടിട്ട് പറയരുത്, എനിക്കറിയാമെന്നുള്ളവർ പറയും, ഓ ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഇതൊക്കെ ചെയ്തിട്ട് എന്താ വെളുക്കാത്ത, ഇതൊക്കെ ചെയ്തിട്ട് എന്താ അതിൻ്റെ മുടി വളരാത്തേ. ഗായ്സ്, ഐ ഹാവ് ഹെയർ. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടു നോക്കൂ. ഐ ഹാവ് ബ്യൂട്ടിഫുൾ ഹെയർ. ഞാൻ ഇത്ര വരുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്ത് കളയും. വളർത്തണമെന്ന് വിചാരിച്ചാൽ മുടിയൊക്കെ നല്ല പോലെ വളർന്നു വരും. പിന്നെ എനിക്ക് ഹെയർ കളർ ചെയ്യാൻ ഇഷ്ടമാണ്. ഹെയർ കട്ട് ചെയ്ത് എൻ്റെ ഒരു എനിക്കെപ്പോഴും ഹെയർ ഈ ഒരു ലെവലിൽ നിൽക്കണം. എന്താ ഇപ്പം ഞാൻ മുടി എല്ലാം ലാസ്റ്റ് ഓണത്തിന് കട്ട് ചെയ്തതാണ്. ഓണത്തിന് ഇതുവരെ വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഐ ഹാവ് ലൈക്ക് ദിസ്. ഇതുവരെ എൻ്റെ മുടി വളർന്നു. ഇനി ഈ ഫെബ്രുവരിയിൽ ഞാൻ വീണ്ടും ഹെയർ ട്രിം ചെയ്യും, ഹെയർ കളർ ചെയ്യും. ഇതൊക്കെ എനിക്ക് പ്ലാനുണ്ട്. ഇതെല്ലാം എൻ്റെ 2026 വിഷ് ലിസ്റ്റിലുള്ളതാണ്. സോ നല്ലതുപോലെ നമ്മളിങ്ങനെ ഹെയറൊക്കെ സ്ക്രബ് ചെയ്തതിന് ശേഷം ദ ഫസ്റ്റ് തിങ് ഈസ് മസാജ് വിത്ത് യുവർ ഡെയിലി ഓയിൽ. അതും മുടി ഇഴകളിലല്ല, മുടിയുടെ വേരുകളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും, ആരെങ്കിലും ഒന്ന് പിടിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് ഹെയർ ഓയിലൊക്കെ ഇട്ട് തന്നിരുന്നെങ്കിലൊന്ന്. ഐ തിങ്ക് ഐ ഷുഡ് ഗോ ടു എൻ ഓയിൽ മസാജ് ഇൻ പാർലർ. ഓയിൽ മസാജ് ഈസ് വെരി ഗുഡ് എന്ന് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നും ഞാൻ പോയിട്ടില്ല. മുടി വെട്ടാനല്ലാതെ പാർലറിൽ വൺ ടൈം ലൈക്ക് ഇൻ 2023-യിലോ 22-യിലോ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് മാരേജിന് തലേന്ന് ഞാൻ ആ ടൈമിൽ എൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, നാളെ ഞാൻ ലീവാണ്, ഇങ്ങനെ മറ്റന്നാൾ ലീവാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ അപ്പോൾ ഒന്നും ചെയ്യുന്നില്ലേ? ഞാൻ പറഞ്ഞു, നോ വാട്ട്. അങ്ങനെ അവർ പിടിച്ച് ആദ്യമായിട്ട് എന്നെ ത്രെഡും ചെയ്യിച്ചു തന്നു, ക്ലീനപ്പും ചെയ്തു. അന്ന് ക്ലീനപ്പും ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ മുഖം ഒരുമാതിരി ഹനുമാനെ കണക്ക് എനിക്ക് ഫീൽ ചെയ്തു.
അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പിന്നെ എനിക്ക് മാത്രം ഹനുമാനെ കണക്ക് ഫീൽ ചെയ്തു. ബാക്കി എല്ലാവരും എന്നെ കണ്ടപ്പോഴത്തേക്കും ദേ വാസ് ലൈക്ക് വാവ് യു സ്കിൻ ഈസ് സോ ഗുഡ്, ഭയങ്കര ഭംഗിയുണ്ട്, ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഐ തിങ്ക് ഐ ഹാവ് ടു ഡു മോർ. എനിക്ക് ക്രീംസ് കാര്യങ്ങളൊന്നും അലർജിയില്ല, ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല. കുറച്ച് മിനിമലായിട്ടുള്ള ഐറ്റംസ് മാത്രമുണ്ട് എൻ്റെ കയ്യിൽ, അത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഏതെങ്കിലും എൻ്റെ ഫോട്ടോസിൽ ഓവർ മേക്കപ്പ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഭയങ്കര മിനിമലായിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് ഉള്ള മേക്കപ്പുകളാണ് സാന്ദ്രയ്ക്ക് അറിയാമെന്നുള്ളത്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നേരെ ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞു. ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇതിട്ടിട്ട് കുളിക്കുള്ളൂ. കാരണം നാളെയൊക്കെ കോവിലിൽ പോകാമെന്നുള്ളതുകൊണ്ട് ഇനി എണ്ണ തേക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് എണ്ണ തേച്ചത്. ഷാമ്പൂ ഇട്ട് കുളിച്ചതിന് ശേഷം നാളെ വെയിറ്റ് ആൻഡ് സീ. ടാ. ഇപ്പോൾ എന്നെ കാണാനായിട്ട് നമ്മൾ പണ്ട് തമിഴ് സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കും അതിൽ മറ്റേ ദൈവം വരുമല്ലോ, അതേ കണക്കിരിക്കുന്നുണ്ട്. ദൈവമേ, വെറുതെ പറഞ്ഞാൽ ഒന്ന് കളിയാക്കി പറഞ്ഞാൽ ക്ഷമിച്ചേക്കണേ. കളിയാക്കി പറഞ്ഞല്ല, ഞാൻ വെറുതെ പറഞ്ഞാൽ ക്ഷമിച്ചേക്കണേ. ഓക്കെ, അപ്പം അതേ കണക്കിരിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇതെല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഭയങ്കര മണം. ഒരു ചന്ദനമായിട്ടൊക്കെ ഇത് ഇങ്ങനെ ജസ്റ്റ് ഇട്ടുകൊണ്ട് പോകാൻ കൊള്ളാമെന്ന് തോന്നുന്നു. സോ അപ്പോൾ ഇനി ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരട്ടെ. കുളിച്ചതിന് ശേഷം കുറച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം തല ഒന്ന് സെറ്റായതിനു ശേഷം നേരെ പോയി കുളിക്കും. കുളിച്ചിട്ട് വന്നതിന് ശേഷം ഐ ഹാവ് ടു ഡു ലൈക്ക് വാട്ട്. അതിനുശേഷം കുളിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് വന്നിട്ട് കാണാം. സോ ബൈ. ഹേയ്, അപ്പോൾ കുളിച്ച് കഴിഞ്ഞ ശേഷം എല്ലാം ഇങ്ങനെയാണ്. ഹെയർ ഞാൻ ഡ്രൈ ആക്കിയിട്ടില്ല. ഇനിയിപ്പം നാളെ താനെ തന്നെ ഡ്രൈ ആവട്ടെ. ഹീറ്റൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇനി ഒരു 2 സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ബ്ലൂ ഹെവൻ്റെ ലിപ് ബാം. ഇത് ഞാൻ ഈ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ്. എൻ്റെ ഏതോ ഒരു ലിപ് ബാം തീർന്നുപോയി. അപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ എന്ത് കാലാവസ്ഥ ഭയങ്കര ഡ്രൈ ആകുന്നു. പക്ഷേ കാലാവസ്ഥ ഭയങ്കര ചൂടുമാണ്, ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യാനുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ഒരു നോസ് സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കുളിച്ചതിന് ശേഷമല്ലേ നോസ് സ്ട്രിപ്സ് ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ നമുക്കപ്പോൾ നോസ് സ്ട്രിപ്പ് യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നോസിൽ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്യാനാണ്. എന്നിട്ട് ഓക്കെ, നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം മൂക്ക് സർജറി ചെയ്തൊരു ഫിഗറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടി ഇളക്കിയതിന് ശേഷം ഈ വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ. സോ വെയിറ്റിൽ ഇത് റെഡിയായി വരുന്നത് വരെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിത് ഇളക്കാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എനിക്ക് വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നില്ല, ഒരു മറ്റേ സർജറി ചെയ്ത് കണക്കിരിക്കുന്ന ഒരു ലുക്കും ഇല്ല ഇത് വെച്ചിട്ട്. സോ നമുക്ക് ലെറ്റ്സ് പീൽ ഇറ്റ്. ഈ സംഭവം വർക്കിംഗ് ആണ്. ഒരുപാട് പോയി, മൂക്കളായിപ്പോയാ. പക്ഷെ മൂക്കുത്തിയിൽ മറ്റേ സ്റ്റിക്കറായി. ഞാൻ അതിൻ്റെ കാര്യം ആലോചിച്ചില്ല. അത് കുഴപ്പമില്ല, അത് പോവും. അപ്പം ഈ ഒരു സംഭവം എനിക്കിനി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. നീല കളറൊക്കെ ആയിട്ടിരിക്കണം മൂക്കിൽ. ജസ്റ്റ് ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഇതാണ് അതിന് ശേഷമുള്ള ലുക്ക്. ഈ അടിക്കുന്ന സൈറൻ 5 മണിയായിട്ട് കെൽട്രോണിൽ നിന്ന് അടിക്കുന്ന സൈറനാണ്. 5 മണിയാകുമ്പോഴത്തേക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ഒരു 12:30 1 o'clock ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ സൈറൻ അടിക്കും. അപ്പോൾ നമുക്ക് വെറുതെ ക്ലോക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. സോ ഇത്
ചെറിയ നല്ല രസമുണ്ട്. അത് വെച്ചതിന് ശേഷം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഹൗ ടു ബിക്കം എ ക്ലീൻ ഗേൾ എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഒരു മേക്കപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ടൈം ഒരുമാതിരി ഈവനിങ് ടൈമൊക്കെ ആവാറായി. സോ ഐ എം ടയേർഡ് ഗൈസ്. ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്യാൻ പോകുന്നു. സോ ഐ എം ഗോയിങ്. ബൈ. ഇറ്റ്സ് എൻഡ് ഓഫ് ദ വീഡിയോ. ടാറ്റാ. സോറി ഗൈസ്, ഐ ഫോർഗോട്ട് ടു ഷെയർ. നമ്മൾ കുളിച്ചതിന് ശേഷം ഒരു പരിപാടി കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഹെയറിൽ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആൽമണ്ട് ഓയിൽ ഫോർ യുവർ ഹെയർ. ഞാൻ അന്നും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞില്ല. ദിസ് ഈസ് ലൈക്ക് എ സെറം, പക്ഷേ ഇത് ഓയിലാണ്. സെറം പോലെ ഇതിൻ്റെ സ്മെൽ വാസ് ടു ഗുഡ്. ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്താൽ ഭയങ്കര ഷൈനി ആയിട്ട് കിടക്കും. ഞാൻ നോർമലി ഇപ്പം സെറം യൂസ് ചെയ്യാറേ ഇല്ല. ഇത് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് പോകുന്നത്. വീട്ടിലുള്ള എല്ലാവരും ഇപ്പം കണ്ടിന്യൂസ്ലി എവിടെ പോയാലും ഞാനിത് ബോഡിയിൽ യൂസ് ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ഒരു തലയിൽ ഞാൻ അങ്ങനെ തലയിൽ തേക്കും. ഞാൻ കാച്ചി എണ്ണ തേക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഈ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വാസ് ടു ഗുഡ്. ഒരു 2-3 തുള്ളി എടുക്കുക, നിങ്ങളുടെ ഹെയറിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുക. ആൻഡ് സീ ദ മാജിക്. ഇതിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോംപ്ലിമെൻറ്റ് കിട്ടും. ഇത് ജസ്റ്റ് 10 റുപ്പീസേ ഉള്ളൂ. 10 റുപ്പീസിലാണ് നിങ്ങളുടെ ഹെയറിന് ഇത്രയും നല്ലൊരു സ്മെല്ല് തരാൻ പോകുന്നത്. സോ ദിസ് ടൈം ഐ എം റിയലി ഗോയിങ്. സോ ബൈ ബൈ.